2023 പുറത്തിറങ്ങിയ ഒരു റേസിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ആനിമേറ്റഡ് സീരീസാണ് ഓവർടേക്ക്. 12 എപ്പിസോഡുകൾ മാത്രമുള്ളൊരു ഫസ്റ്റ് സീസണാണ് ഇതിൽ ഇറങ്ങിയിട്ടുള്ളത്. വളരെ രസകരമാണ്, നല്ല ക്വാളിറ്റി ഉള്ള ആനിമേഷനാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സീരീസായിരുന്നു ഓവർടേക്ക്. ഈ ഒരു സീരീസിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു ആനിമേഷൻ ക്വാളിറ്റി, പിന്നീട് എന്താ പറയുന്നത്, ഒരു റേസിംഗ് ക്യാരക്ടറും മറ്റൊരു നോൺ റേസിംഗ് ക്യാരക്ടറും, ഡിഫറെൻറ്റ് കാറ്റഗറിയിലുള്ള രണ്ട് ക്യാരക്ടേഴ്സ് തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പുമാണ് ഇതിനകത്ത് കാണിച്ചു പോകുന്നത്. അതിനകത്ത് മെയിൻ ക്യാരക്ടർ എന്ന് വെച്ചാൽ നമ്മുടെ ഒരു പയ്യനാണ്, ഒരു ഹൈസ്കൂൾ ലെവൽ കഴിഞ്ഞിട്ടുള്ളൊരു പയ്യൻ. അപ്പോൾ അവനാണെങ്കിൽ ഇങ്ങനെ ഒരു F4 വേണ്ടി ഫോർമുല 1 റേസിംഗ് കാണുന്നവരാണെങ്കിൽ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സീരീസ് തന്നെ. കാരണം ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റേജായ F4 മത്സരിക്കുന്ന ഒരു മത്സരാർത്ഥിയാണ്. അവന് വേണ്ടി കൊമാക്കി മോട്ടേഴ്സ് എന്ന് പറഞ്ഞൊരു മോട്ടേഴ്സ്, അതായത് ഒരു തീരെ ചെറിയൊരു മെക്കാനിക്കൽ ഫീൽഡിലുള്ള ആൾക്കാർ, അതായത് അവൻ്റെ ഒരു ഫാദറിൻ്റെ ഫ്രണ്ടായിട്ടുള്ള കുറച്ച് ആൾക്കാർ ചേർന്നിട്ട് അവനെ സപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെ പറഞ്ഞൊരു കഥയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇവനെ കണ്ടുമുട്ടുന്ന ഒരു ഫോട്ടോഗ്രാഫർ, അയാൾ ഈ ഫോർമുല 1 കുറിച്ച് അയാളുടെ വ്യൂവിൽ നിന്ന് നമ്മൾ അറിയുന്നതാണ് കൂടുതൽ കാര്യങ്ങൾ. പല പല ടെക്നിക്കുകൾ, ഇപ്പം എന്തൊക്കെ എക്സ്പെൻസുകൾ വരുന്നുണ്ട് ഒരു ടീമിനെ സംബന്ധിച്ചിടത്തോളം, ഒരു റേസിങ്ങിനെ സംബന്ധിച്ച് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെയുള്ളത്. അങ്ങനെ നമുക്ക് അയാളുടെ വ്യൂവിലൂടെ മനസ്സിലാകുന്ന രീതിയിലുള്ളൊരു കഥയാണ്. പക്ഷേ അതുമാത്രമല്ല, അയാൾക്കുള്ള കുറച്ച് എന്താണ് പറയുന്നത് പോരായ്മകൾ, പ്രശ്നങ്ങൾ അവനെ കണ്ട് ഒരു ഇൻസ്പയർഡ് ആകുകയും അവൻ അയാളെ കണ്ട് ഇൻസ്പയർഡ് ആകുകയും ചെയ്യുന്നതാണ് കഥയുടെ ഒരു മെയിൻ തീം. ഒരു 12 എപ്പിസോഡുകൾ നമുക്കൊരു എന്താ പറയുന്നത്, ആനിമേഷൻ തന്നെ കാണുമ്പോൾ വളരെ രസകരമായിട്ട് തോന്നും. കാരണം അത്രയധികം ഓരോ ഫ്രെയിമും ഇപ്പോൾ നമ്മൾ എടുത്ത് വെച്ച് നിർത്തിയാൽ പോലും ആ ഒരു ഫ്രെയിം വരെ അത്ര പെർഫെക്റ്റ് ആയിട്ടൊരു ആനിമേഷനാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കാരണം റേസിംഗ് എന്ന് പറയുമ്പോൾ തന്നെ ആനിമേറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ചുറ്റുമുള്ള ബാക്കിയെല്ലാം ഇങ്ങനെ നമുക്കൊരു ക്ലാരിറ്റി ഇല്ലാത്ത രീതിയിലായിരിക്കും മിക്കവാറും എടുക്കുന്നത്. പക്ഷേ ഇത് വളരെ ക്ലാരിറ്റിയോടുകൂടി വളരെ രസകരമായിട്ട് തന്നെ. അപ്പം അത്രയും രസകരമാണ്. ഞാനിത് എല്ലാ എപ്പിസോഡ്സും ആനിവണിലാണ് ഇറങ്ങിയെന്ന് തോന്നുന്നു. ആനിവണിൽ യൂട്യൂബ് റിലീസ് ഉണ്ടായിരുന്നു. എല്ലാ എപ്പിസോഡ്സും വെള്ളിയാഴ്ച ഇറങ്ങുന്നത് ഞാൻ കൃത്യമായിട്ട് തന്നെ കാണുമായിരുന്നു. അത്രയ്ക്ക് നല്ലൊരു സീരീസ് ആയിരുന്നു. കാരണം എന്താ പറയുന്നത്, ഈ ഒരു മെയിൻ ക്യാരക്ടറായിട്ടുള്ള റൈസർ ബോയിയേക്കാളും നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു രണ്ടാമത്തെ ക്യാരക്ടറായ ഫോട്ടോഗ്രാഫർ, അയാൾ ഒരു വ്യത്യസ്തമായൊരു ക്യാരക്ടർ തന്നെ, വളരെ അട്രാക്റ്റീവ് ഒരു ക്യാരക്ടർ തന്നെ. അപ്പോൾ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ഈ 7.6 റേറ്റിംഗ് ഉള്ള ഓവർടേക്ക് തീർച്ചയായിട്ടും കാണുക. ഞാൻ തീർച്ചയായിട്ടും ഫോർമുല 1 റേസിംഗ് ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും റെക്കമെൻഡ് ചെയ്യുന്ന ആനിമേറ്റഡ് സീരീസാണ്.